ഇസ്രയേലും ഇറാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം വളരെ വേഗമാണ് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. മലയാളികൾ ഏറെയുള്ള ഗൾഫ് മേഖലയും അശാന്തമാണ്. ശ്രീലങ്കയോട് അടുത്തുള്ള കപ്പൽ വരെ ആക്രമിക്കപ്പെട്ടു. എന്തിനാണ് യുദ്ധത്തിൽ നേരിട്ട് കക്ഷികളല്ലാത്ത ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നത്? യുദ്ധം ഇറാനും ഇസ്രയേലും തമ്മിലാണെങ്കിലും അമേരിക്കയാണ് ഇതിലെ പ്രധാന കക്ഷി. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുമായി സൗഹൃദവും സൈനിക സഹകരണവുമുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇസ്രയേലിനെയോ അമേരിക്കയോ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവർക്ക് അയൽപക്കക്കാരായ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടാൻ. യമൻ വിഷയത്തിൽ സൗദിക്കും ഇറാനുമിടയിൽ വർഷങ്ങളോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബഹ്റൈനുമേൽ ചരിത്രപരമായ അവകാശവാദം ഉന്നയിക്കുന്നതുകൊണ്ട് അവരുമായുള്ള ഇറാന്റെ ബന്ധവും സുഖകരമല്ല. എന്നാൽ മറ്റു രാജ്യങ്ങളുമായി അവർക്ക് ഗുരുതര പ്രശ്നങ്ങളില്ല. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി അഴിച്ചുവിടുന്നതിലൂടെ ഇറാന് മറ്റ് ലക്ഷ്യങ്ങളുണ്ട്. അത്ര സുഖകരമല്ലാത്ത ഇസ്രയേലുമായുള്ള ഈ രാജ്യങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഒന്ന്. യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത തങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത് അമേരിക്കയുമായുള്ള ബന്ധമാണെന്ന തോന്നലും ഇവർക്ക് ഉണ്ടായേക്കാം. അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും ഇതിലൂടെയാകും.